അപ്പോൾ ഇന്ന് പൊരിഞ്ഞ പണിയിലാട്ടോ. അപ്പോൾ ഉച്ചക്ക് ഉള്ള ഒക്കെ റെഡിയാക്കുകയാണ്. മോര് കറി ആട്ടോ വെക്കണം. നല്ല കുമ്പളങ്ങ മോര് കാച്ചുകയാണ്. പിന്നെ അതിലേക്ക് മീനൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയാവും. അപ്പം ഞാൻ ക്യാരറ്റാട്ടോ മേടിച്ച് ക്യാരറ്റ് ഉപ്പേരി വെച്ച് പിന്നെ കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് വറുക്കാം കേട്ടോ. അപ്പോൾ എന്താണ് മുത്തുമണീസിൻ്റെ വിശേഷങ്ങളൊക്കെ? എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇതാ നമ്മൾ നല്ല ചൂടല്ലേ അല്ലേ, അപ്പം എന്നാൽ മോര് കറി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം ഞങ്ങൾക്ക് ക്യാരറ്റുപ്പേരി, കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് വറുത്തതാട്ടോ. അപ്പം ഇന്ന് മീനൊന്നും മേടിച്ചില്ല. മീനും 2 ദിവസമായിട്ട് വന്നിട്ടില്ല. പിന്നെ നമുക്ക് അങ്ങോട്ട് പോയി മേടിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ക്യാരറ്റുപ്പേരി ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് കുട്ടികൾക്ക് ഉരുളക്കിഴങ്ങ് വറുക്കുന്നത് ഭയങ്കര ഇഷ്ടം. അവർക്ക് പരിപ്പിച്ചാറ്, മോര് കറി ഇതൊക്കെ കേട്ടോ ഭയങ്കര ഇഷ്ടം. ഇറച്ചിൻ്റെ മീനിനെക്കാട്ടിൽ കൂടുതൽ ഇഷ്ടം ഇങ്ങനെയുള്ള ഐറ്റങ്ങളാട്ടോ. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതിൽ നമ്മൾ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കാര്യമായിട്ട് ഞാൻ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്ര വലുപ്പത്തിൽ കട്ട് ചെയ്താലും അത് വെന്ത് ഒന്ന് ചുങ്ങി വരും കേട്ടോ. വേവുമ്പോൾ ഒന്നിങ്ങനെ ചുങ്ങി വരും. പിന്നെ അടുക്കളയിൽ നിന്ന് പണിയെടുക്കുമ്പോൾ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ആകെ വിയർത്തൊലിക്കും കേട്ടോ. പിന്നെ ഇടയ്ക്കൊന്ന് ഫാൻ്റെ ചോട്ട് പോയി ഇരിക്കുമ്പോൾ ഒരു ആശ്വാസം കിട്ടുള്ളൂ. ഹലോ മുത്തുമണീസ്, അപ്പോൾ അങ്ങനെ നമ്മുടെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മുടെ കല്യാണം വന്ന് വിളിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്കറിയില്ല, പക്ഷെ അവർ ഇന്നലെ വന്നിട്ട് കല്യാണം വിളിച്ചു. നാളെയാണ് കല്യാണം, ഇന്ന് വന്നിട്ട് കല്യാണം വിളിച്ചു. അപ്പോൾ പോകുമെന്ന് അറിയില്ല. പക്ഷെ കുഴൽമന്ദത്ത് വെച്ചിട്ടാട്ടോ കല്യാണ മണ്ഡപത്ത്. അപ്പോൾ ഭയങ്കര ചൂട് കിട്ടാ. അപ്പോൾ അടുക്കളയിൽ നിന്ന് വന്നപ്പോൾ വിയർത്ത് ഒലിച്ചപ്പോൾ ഇത്തിരി നേരം ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നാൽ ഇനി പോയി ചോറ് കഴിക്കും. റിയാസ് കുട്ടം കഴിഞ്ഞ് വന്ന് ക്ഷീണിച്ച് കിടക്കുന്നുണ്ട്. ചോറ് വയ്ക്കണം. അപ്പോൾ ഇതാ ഓട്ടിട്ടേ പോയിട്ടില്ലല്ലോ. അപ്പോൾ കല്യാണം വിളിച്ചിട്ടുണ്ട്. പോണ്ടേ എന്നുള്ളതിന് ഒരു 2 ആഴ്ച മുമ്പെങ്കിലും ഒന്ന് വിളിക്കണ്ടേ. പക്ഷെ അറിയില്ല, എന്താണെന്നറിയില്ല. വിളിച്ചാലും വിളിച്ചാൽ പരാതിയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ വെയിലാറട്ടെ കുട്ടി. ഇപ്പോൾ ഇതാ റെൻഷി ഇവിടെ എന്തൊക്കെയോ തരികട പണിയിലാണ് അല്ലേ. അന്തം വിട്ട് നിൽക്കണേ. നെറ്റ് കേട്ട് പഴയ ബുക്കൊക്കെ സെറ്റാക്കണം കേട്ടോ. വരാം. അതാ കുറച്ചും കൂടി ചൂടാട്ടിച്ചു കൂടി. അവർ താഴത്തൊക്കെ വിളിക്കുക കേട്ടോ. താഴത്തെക്കുട്ടി ചോറൊക്കെ വെച്ച് ഞാൻ റൂമിൽ കർട്ടനൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടോ വെയിലടിച്ചിട്ട്. അപ്പോൾ ഇതാ വെച്ച് ഫാത്തിമക്കുട്ടി ഇവിടെ ഉണ്ട്. ഞാൻ അത് എടുക്കാൻ പറ്റില്ല, അത് അടി. ഞാൻ പോയി ചോറ് കഴിച്ചിട്ട്. അപ്പോൾ ഇതാ ഒക്കെ റെഡി ആയിട്ട് ഇനി കഴിക്കണം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഉച്ചക്ക് ചോറ് കുറച്ച് കഴിക്കുള്ളൂ കേട്ടോ. ഉച്ചക്ക് കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഉപ്പേരി കേട്ടോ. ക്യാരറ്റ് ഉപ്പേരിയാണ് വെച്ചത്. ക്യാരറ്റ് ഉപ്പേരി നല്ലതാട്ടോ, കണ്ണിന് കാഴ്ചയൊക്കെ വെക്കും. പിന്നെ നമ്മുടെ എനിക്കിഷ്ടം കേട്ടോ മോര് കറി. കുമ്പളങ്ങയൊക്കെ ഇട്ടിട്ട് മോര് കറി. തേങ്ങ അധികം ഒഴിച്ചിട്ടില്ല കേട്ടോ. തേങ്ങ ഇത്തിരി കുറവാക്കി. ചൂടിന് മോര് കറിയില്ല നല്ലത് എന്ന് പറഞ്ഞിട്ട്. പിന്നെ എന്താണ്, പിന്നെ നമ്മുടെ ലേസം ഉരുളക്കിഴങ്ങ് അങ്ങനെ വറുത്തിട്ടുണ്ട് കേട്ടോ. ലേസ് മതി, നല്ല എരിവുണ്ട്. ഗ്യാസുമാണ്. അത്ര മതി കേട്ടോ. അതത്ര മതി. അവൾക്ക് ഞാൻ എപ്പോൾ വയ്ക്കുമ്പോഴും അവൾക്ക് ഒപ്പം എൻ്റെ കൂടെ ഒപ്പം ഇരുന്ന് വാരിക്കൊടുക്കണം അവൾക്ക് അല്ലേ. ടേസ്റ്റ് ഉണ്ടാ? ഞാനെപ്പോൾ ചൊറിയിക്കുമ്പോൾ അവൾ എൻ്റെ കൂടെ വരും കേട്ടോ. ഉണ്ടാക്കിയ എല്ലാവരും ചോറ് ചോദിക്കും.
എല്ലാം ചോറ് വെച്ചോ? ഞങ്ങൾ ചോറ് വെച്ചു. ചോറ് ചെയ്തല്ല അത് കഴിച്ചാലും ഞാൻ വാങ്ങിക്കും. സൂപ്പറാ, സൂപ്പറല്ലേ? അപ്പൊ വീഡിയോ എത്ര ഉള്ളൂ? അപ്പൊ ചോറ് കഴിച്ച് കഴിഞ്ഞു അല്ലേ? ചോറ് കഴിക്കൽ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിയർപ്പ് കിട്ടോ. അപ്പം ഞാൻ രാവിലെ സ്റ്റെപ്പൊക്കെ കഴുകി വിട്ടിട്ടാ. ആദ്യം അടിച്ച് വിട്ട്, എന്നിട്ട് പിന്നെ കഴുകിവിട്ടപ്പോൾ കളിച്ചിട്ടുണ്ടായില്ലേ സ്റ്റെപ്പൊക്കെ. ഇടയ്ക്കൊക്കെ സ്റ്റെപ്പ് കഴുകി വിടും കേട്ടോ. വീഡിയോ എടുക്കണം വിചാരിക്കും, ആ സമയത്തൊരു മടിയായിരിക്കും. അപ്പോൾ ഒത്തിരി നേരം ഇവിടെ വന്നിരിക്കുക കറക്റ്റാണ്. നല്ല എന്താ പറയുക, അപ്പോൾ താഴത്ത് ഇത്തിരി കൂളിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് താഴത്ത് ഇരിക്കാൻ വേണ്ടി വന്നാണ്. ചൂട്. അപ്പോൾ റിൻസി ചോറൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. റിൻസി ചോറെടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. ഞാനതാ ഇത്തിരി ചൂട്ടിട്ട് പൊള്ളിയിട്ട് മോള് ഭയങ്കര ചൂടിട്ടാ. അപ്പോൾ താഴത്ത് ഇത്തിരി വാങ്ങി കൊടുത്തു. അപ്പോഴത്തെ താഴത്ത് കൂളിംഗ് കിട്ടുകൊണ്ട് വന്നാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. കല്യാണത്തിന് പോകില്ലെന്ന് അറിയില്ല. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ, കുഞ്ഞ് വീഡിയോ ആണ് വിശേഷങ്ങളൊക്കെ. അപ്പം ശരി മുത്തുമണീസ്, ടാറ്റാ, അസ്സലാമു അലൈക്കും.